ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതി, ജനാധിപത്യ വ്യവസ്ഥിതിക്ക് അനുയോജ്യമല്ല തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിന് കഴിയും. അതോടൊപ്പം പല ക്ഷേമ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ട് മുടങ്ങാതെ പോകും. ഇത്തരം കുറേ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, BJPയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. 129ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുമ്പോൾ പ്രായോഗിക വശങ്ങൾ എന്താണ്, അപ്രായോഗിക വശങ്ങൾ എന്താണ്? രോഹിണി, ഇവിടെ ഭാരതം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിലേക്ക് ഏറ്റവും സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ അൾട്ടിമേറ്റ് ഡോക്യുമെൻറ്റ്, വൺ ടൈം ഡോക്യുമെൻറ്റ്, പെർമനൻറ്റ് ഡോക്യുമെൻറ്റ്. അതനുസരിച്ച് ഭരണഘടനാപരമായ മേധാവിത്വമുള്ള രാജ്യം. അതനുസരിച്ച് ഇവിടെ ഉയരുന്ന ചോദ്യം ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതാണോ ഒറ്റ തെരഞ്ഞെടുപ്പ്? ഇതാണല്ലോ ചോദ്യം. ഇവിടെ ഭരണഘടനാ പിതാക്കന്മാർ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഒരു രീതിയിൽ മുൻകൂട്ടി കണ്ടു കാണാൻ സാധ്യതയില്ല. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ 1951-2 വർഷങ്ങളിൽ നടന്ന ആദ്യ ലോക്സഭാ പൊതു തിരഞ്ഞെടുപ്പ് മുതലുള്ള കാലങ്ങളിൽ 51-52 പിന്നീട് 57-ലും 62-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒരേ സമയത്ത് തന്നെയാണ് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടാണെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത്. ഇവിടെ അപ്പോഴൊന്നും ഉയരാത്ത ഒരു ഫെഡറൽ വാദം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉയരുന്നത് എന്ന് അത് ചിന്തനീയമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഫെഡറൽ വ്യവസ്ഥിതി കാണിക്കുന്ന ഒന്നാമത്തെ ആർട്ടിക്കിളിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നു, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതിനർത്ഥം ഇന്ത്യ ഒരു ഫെഡറേഷനാണ്, കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറേഷനാണ്. അത് ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇതെങ്ങനെയാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിനും ഒരേ സമയത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഫെഡറൽ ക്രമം അട്ടിമറിക്കുന്നത് എന്നതാണ് ചോദ്യം. ഫെഡറൽ ക്രമം അട്ടിമറിക്കാം എങ്ങനെയാണ്? ഇപ്പോൾ പല ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു ഭേദഗതിയിലൂടെ അല്ലാതെ ഒരൊറ്റ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാവില്ല. അതുകൊണ്ടാണ് 5 ആർട്ടിക്കിളുകളിൽ, ഭരണഘടനയുടെ 5 വകുപ്പുകളിൽ കാര്യമായ അഴിച്ചുപണി, അമെൻഡ്മെൻറ്റ്, ഭേദഗതി നടക്കേണ്ടതുണ്ട്. ഈ 5 വകുപ്പുകളിലായി 15 ഭേദഗതികളാണ് വേണ്ടത്. അത്രയും ഭേദഗതി നടത്താൻ നിയമപരമായി അനുവാദമുണ്ട്. ഭരണഘടനാപരമായി തന്നെ അനുവാദമുള്ളതാണ് ഭേദഗതി. ആ ഭേദഗതി നടന്നു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്ട്രീം ലൈൻ ചെയ്യുന്നത്? ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ വരുന്ന നിർദ്ദേശമെന്ന് പറയുന്നത്, അനൗപചാരികമായി ഇപ്പോൾ കടന്നു വരുന്ന നിർദ്ദേശമെന്ന് പറയുന്നത് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നടക്കും. ഈ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നടക്കും. അസ്യൂമിങ് ദാറ്റ് ദ ലോക്സഭ കണ്ടിന്യൂസ് അൺടിൽ 2029. അതിനുശേഷം ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് അതിനുശേഷം ഈ നിയമം നടപ്പിൽ വരികയും ഭരണഘടനാ ഭേദഗതികൾ വരിക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാമല്ലോ, ഭരണഘടനാ ഭേദഗതിക്ക് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുണ്ട്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും വന്ന് ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്നത്തെ നിലയിൽ അത് ഭരണപക്ഷം മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നത് പകൽ പോലെ വെളിച്ചമാണ്, പകൽ പോലെ സത്യമാണ്. അതുകൊണ്ടൊരു കൺസെൻസസ് ആവശ്യമുണ്ട്. ആ കൺസെൻസസ് ഉണ്ടാകണമെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന പ്രമേയം അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുക. അവർ കൂലങ്കഷമായി ചർച്ച ചെയ്യും. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ BJP അംഗങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് അംഗങ്ങളും മറ്റ് അംഗങ്ങളും എല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടി സംസാരിച്ച് ഒരുപാട് നിർദ്ദേശങ്ങളും ഭേദഗതികളും ഉണ്ടാകും. ഇതെല്ലാം എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ, രാജ്യവ്യാപകമായി ഒരു പബ്ലിക് ഒപ്പീനിയൻ ഡ്രൈവിലേക്ക് പോകേണ്ടതുണ്ട്, പോയേ തീരൂ. അങ്ങനെ വരുന്ന നിർദ്ദേശങ്ങളെല്ലാം കൂടി വീണ്ടും പാർലമെൻറ്റ് പരിഗണിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രൂട്ട് പാർലമെൻ്ററി മെജോറിറ്റി കൊണ്ട് ബുൾഡോസ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നല്ല ഇത്.
നിയമം അനുശാസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. ഇതിന് മനസ്സുകളെ ഒരുക്കാൻ സമയം ആവശ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമോ ഏതെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമായി തോന്നുമ്പോഴാണല്ലോ പ്രതിപക്ഷം വിമർശിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന തടസ്സവാദങ്ങൾ സമാജ്വാദി പാർട്ടിയും NCP ശരത് പവാർ വിഭാഗവും അതുപോലെ മറ്റ് പ്രാദേശിക DMK മുതലായ കക്ഷികളും തൃണമൂൽ കോൺഗ്രസും ഇതെല്ലാം ശക്തമായ പ്രാദേശിക കക്ഷികളാണ്. അപ്പോൾ ഈ പ്രാദേശിക കക്ഷികൾക്ക് ഉള്ള ആശങ്കകൾ അത് പൊളിറ്റിക്കൽ ആശങ്കകളാണ്, അവരുടെ രാഷ്ട്രീയമായ ആശങ്കകളാണ്. കാരണം ദേശീയ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയങ്ങൾക്കാകുമല്ലോ പ്രാതിനിധ്യം കൂടുതൽ. അങ്ങനെ വന്നാൽ സംസ്ഥാന വിഷയങ്ങൾ തിരസ്കരിക്കപ്പെടുമല്ലോ. സംസ്ഥാനങ്ങളിൽ മാത്രം വേരുകളുള്ള തങ്ങളുടെ പാർട്ടികൾക്ക് എങ്ങനെ തങ്ങളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനാവും ദേശീയ കുത്തൊഴുക്കിൽ? അപ്പോൾ അങ്ങനെ ഇന്ത്യ ചൈന ബന്ധങ്ങളും പാകിസ്ഥാൻ ബന്ധവും അതുപോലെ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക പാർട്ടികൾക്ക് താല്പര്യമുള്ള അജണ്ടകളും തമസ്കരിക്കപ്പെടും എന്ന ആശങ്ക, അത് ന്യായമായ ആശങ്ക തന്നെയാണ്. പക്ഷേ തിരിച്ചുമാകാമല്ലോ. ഒരുപക്ഷെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വൈകാരികമായൊരു സംസ്ഥാന വിഷയമായിരിക്കാം പ്രധാനം. അങ്ങനെ വരുമ്പോൾ ദേശീയ പാർട്ടികൾ ഒരുപക്ഷെ പ്രതികൂട്ടിലാകും. ദേശീയ പാർട്ടികൾക്ക് അധികം മുന്നോട്ട് പോകാനാവാത്ത അന്തരീക്ഷം വന്നേക്കാം. ഈ വാളെന്ന് പറയുന്നത് 2 തലയുള്ള വാളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ദേശീയ വിഷയങ്ങൾ മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സംസാരിക്കപ്പെടുന്നത് എന്നും അത് മറ്റ് വിഷയങ്ങൾ അപ്രസക്തമായി പോകും എന്നത് അത്ര ശക്തമായൊരു വാദഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ ജനം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കുറച്ച് പക്വത നേടുകയാണ്. ഇപ്പോൾ 75 വർഷമായി ഭരണഘടന നിലവിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നു. അപ്പോൾ ജനങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വേറിട്ട് കാണാനും ആ വിഷയങ്ങളെ വ്യത്യസ്തമായി കാണാനുമുള്ള കാഴ്ചപ്പാടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി ആയിരുന്നല്ലോ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മഹാരാഷ്ട്രയിലെ നന്ദേഡ് തെരഞ്ഞെടുപ്പ്. നന്ദേഡിലെ ലോക്സഭാ മണ്ഡലത്തിലെ കീഴിൽ വരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലും മഹായുതി സഖ്യം BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിൻ്റെ ആളുകളാണ് MLA-മാരാണ് ഉണ്ടായത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ, അതായത് മഹാവികാസ് അഘാദിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിലെ ലോക്സഭ സമാന്തരമായി നടന്ന അതേ ദിവസം തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്ര പോലെയൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും വലിയ നഗരപാരമ്പര്യമൊന്നുമില്ലാത്ത നന്ദേഡ് പോലെയുള്ളൊരു സ്ഥലത്ത് പോലും ലോക്സഭ നിയമസഭയെ വേർതിരിച്ച് കാണാനും വ്യത്യസ്തമായ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാനും ഉള്ള രാഷ്ട്രീയ പരിജ്ഞാനം, പക്വത ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായി എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അത് എല്ലായിടത്തേക്കും അത് വ്യാപിപ്പിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ അവിടെ ആ വാദഗതിയും ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റ് വാദഗതികൾ എന്ന് പറഞ്ഞാൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വാദഗതികളിൽ കാര്യമായ കഴമ്പില്ല. അത് മാത്രമല്ല, ഇത് ഭരണഘടന വിരുദ്ധമായി കോടതി ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ച് പ്രഖ്യാപിക്കും എന്ന ഒരു നിരീക്ഷണം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ യാതൊരു വകുപ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളെ ഒന്നും തന്നെ അട്ടിമറിക്കുന്ന ഒന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭരണഘടന എന്ന് പറയുന്നത് വൺ ടൈം ഡോക്യുമെൻ്റ് ആണ്. വേണ്ട രീതിയിൽ ഭേദഗതി ചെയ്യാം, അത് നന്മയ്ക്ക് വേണ്ടി ഭേദഗതി ചെയ്യാം. ഇവിടെ പറയുന്ന നന്മയ്ക്ക് വേണ്ടി എന്ന് പറയുന്നതിൻ്റെ വാദഗതികൾ പറയുന്നത് പൊതുവെ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്ന വാദഗതികളാണ്. മുൻകാലത്ത് പല പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് വന്ന വാദഗതിയാണ്. ഈ വാദഗതിയിലെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP-യുടെ 1% വരെ തിരഞ്ഞെടുപ്പ് വർഷം നമുക്ക് കുറയുന്നുണ്ട്. അതായത് വളരെ ഭീമമായൊരു തുകയാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി, പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് 1.35 lakh crore 1.35 ലക്ഷം കോടി രൂപയുടെ ചിലവാണ് ഭാരതത്തിലുണ്ടായിട്ടുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലവ് അതിൻ്റെ 4-1 ഉള്ളൂ. പക്ഷേ പാർട്ടികൾ മുടക്കിയത്, പ്രചരണത്തിന് വേണ്ടി മുടക്കിയത്, ലോജിസ്റ്റിക്സ് എന്ന് വേണ്ട, വോട്ടിംഗ് യന്ത്രങ്ങൾ എന്ന് വേണ്ട സകല ചിലവുകളും കൂട്ടുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയുടെ നടുവൊടിയുന്ന കാര്യമാണ്. അതുമാത്രമല്ല, വീണ്ടും 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 തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരു 5 വർഷത്തിനിടയിൽ എത്ര തിരഞ്ഞെടുപ്പ്? മിനിമം 3 തിരഞ്ഞെടുപ്പ് ഉണ്ടാകണമല്ലോ. ഒരു ദേശീയ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ്, പിന്നീട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. അവിടെ എല്ലാം തന്നെ പ്രത്യേകം സേനാവിന്യാസങ്ങൾ വേണം. ഓരോ പ്രാവശ്യവും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ
യഥാർത്ഥത്തിൽ ഭാഗികമായ ഭരണസ്തംഭനമാണ്. ഫയൽ നീക്കം അവതാളത്തിലാകും. ഗവൺമെൻറ് സേനയെ മുഴുവൻ, ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പുനർവിന്യാസമുണ്ടാകും. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഗിയറപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ നീക്കവും നടക്കില്ല. പുതിയ നയങ്ങൾ എടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഭരണസ്തംഭനമാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു 3-4 മാസം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനൊരു പരിഹാരമെന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ 5 വർഷം ഇടവേളയിൽ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമല്ലോ എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഒരു കാര്യമായൊരു ചിന്ത രാംനാഥ് കോവിന്ദ് കമ്മീഷന് മുമ്പിൽ ഒരു ന്യായമായൊരു ചിന്തയുണ്ടായി. അതനുസരിച്ച് ഈ കമ്മിറ്റി, രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ, മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ടേബിൾ ചെയ്യുകയും എല്ലാം ചെയ്തതനുസരിച്ച് വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. അതാണ് നടക്കേണ്ടത്. ഇനി അങ്ങനല്ല, നിർബന്ധപൂർവം ചില പിടിവാശിയുടെ പുറത്ത് നിർബന്ധപൂർവ്വം ഇത് അടിച്ചേൽപ്പിച്ചേ പറ്റൂ എന്ന ഒരു തീരുമാനം ഒരിക്കലും എടുക്കാനാവില്ല. കാരണം അതിനുള്ളിൽ തന്നെ, നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്. ഈ 3/2 ഭൂരിപക്ഷം രാജ്യസഭയിൽ ഇന്നത്തെ നിലയിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമാണോ? അപ്പോൾ ഏകോപനം ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികളുടെ കൂടെ അല്ലെങ്കിൽ ചില കക്ഷികളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്പേഴ്സ് കിട്ടൂ. പിന്നീട് വേണ്ടത് എന്താ? പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും വേണം. അപ്പോൾ ഇതെല്ലാം തന്നെ നേടിയെടുക്കുന്നത് ഒരു വിശാലമായൊരു പദ്ധതിയാണത്. ഒരു അമെൻമെൻ്റ് അല്ല, വിവിധ അമെൻമെൻറ്റുകളാണ്. 15ഓളം അമെൻമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ അത് മാസങ്ങളല്ല, വർഷങ്ങൾ എടുക്കുന്ന ഒരു സുദീർഘമായ പ്രക്രിയയാണ്. അതിനുള്ളിൽ തന്നെ പൊതുജനങ്ങൾക്ക് ന്യായമായ, രാഷ്ട്രീയ കക്ഷികൾക്കും പൊതുജനങ്ങൾക്കും അഭിപ്രായം പ്രകടിപ്പിക്കാം. ഇപ്പം നൽകിയ ക്വസ്റ്റ്യനർ അനുസരിച്ച് 62 കക്ഷികളെയാണ് ക്ഷണിച്ചത്. അതിൽ റെസ്പോണ്ട് ചെയ്തത് 47 കക്ഷികൾ മാത്രമാണ്. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും 32 കക്ഷികളോളം ഈ കാര്യം ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷത്തിലൊരിക്കൽ, കൃത്യമായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചും പിന്നീട് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോട് അവർക്ക് ഉള്ള സന്തോഷം, അതൃപ്തിയില്ലായ്മ പ്രകടിപ്പിച്ചു. കേവലം 15 പാർട്ടികൾ മാത്രമാണ്, അത് മിക്കവാറും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണ് അതിനോട് എതിർപ്പ് പറഞ്ഞത്. ഈ എതിർപ്പ് പറഞ്ഞത് ഗൗരവത്തിൽ തന്നെ എടുക്കുകയും ആ എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് കൂലങ്കഷമായി പരിശോധിക്കുകയും അയൺ ഔട്ട് ചെയ്യാവുന്ന ഡിഫറൻസ് അയൺ ഔട്ട് ചെയ്യുകയും ചെയ്ത് ഒരു കൺസെൻസസിലൂടെ, ധാരണയിലൂടെ, സമവായത്തിലൂടെ മാത്രം നടത്തേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാരും അത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഒരു തുറന്ന ചർച്ചയും സമവായം.